റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ നടന്ന പുതിയ കൂടിക്കാഴ്ച അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. മോസ്കോയിൽ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളും സമാധാന ശ്രമങ്ങളും പ്രധാനമായി ചർച്ചയായി. ഇറാൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ ഗുരുതരമാണെന്ന് വിലയിരുത്തിയ പുടിൻ ഇറാൻ ജനത ഒരു ദുഷ്കരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ പ്രതിസന്ധികൾ താൽക്കാലികമാണെന്നും വളരെ വേഗത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ സ്വാതന്ത്ര്യവും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന് റഷ്യ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പുടിൻ ഉറപ്പു നൽകി. സമാധാനം ഉറപ്പാക്കുന്നതിനും മേഖലയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുമായി മോസ്കോ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച ഇറാനിലെ പരമോന്നത നേതാവിൽ നിന്ന് ലഭിച്ച സന്ദേശത്തിന് നന്ദി രേഖപ്പെടുത്തിയ പുടിൻ റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇരു രാജ്യങ്ങളിലും ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു. പ്രതിരോധം, ഊർജം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നതായി സൂചനയുണ്ട്. ഇതിനിടെ അബ്ബാസ് അരാഗ്ചി തിങ്കളാഴ്ച രാവിലെ റഷ്യയിലെത്തിയതായും ഇരു രാജ്യങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും വ്യക്തമാക്കി. അടുത്തിടെ ചില വിഷയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സമഗ്രമായ സമാധാനത്തിനായി വിവിധ രാജ്യങ്ങളുമായി കൂടിയാലോചനകൾ ശക്തമാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് അരാഗ്ചിയുടെ ഈ സന്ദർശനം. ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം അടുത്തിടെ പാകിസ്ഥാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു. ആ മേഖലയിൽ സംഘർഷാവസ്ഥ കുറയ്ക്കാനും നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും ഈ സന്ദർശനങ്ങൾ സഹായകരമാണെന്നാണ് വിലയിരുത്തൽ. റഷ്യ സന്ദർശനത്തിനിടെ അരാഗ്ചി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്താനിടയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാവി ദിശയും ആഗോള രാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികൾക്കുള്ള സംയുക്ത സമീപനങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കൂടിക്കാഴ്ച റഷ്യ ഇറാൻ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള പുതിയ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു റഷ്യൻ കോടീശ്വരന്റെ ആഡംബര സൂപ്പർ യാച്ച് ആ കടലിടുക്ക് വിജയകരമായി മറികടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത അനുയായിയും പ്രമുഖ സ്റ്റീൽ വ്യവസായിയുമായ അലസ്കി മൊർദാഷോവിന്റെ ഉടമസ്ഥതയിലുള്ള നോർഡ് എന്ന കപ്പലാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഏകദേശം $500 മില്യൺ വിലമതിക്കുന്ന 142 മീറ്റർ നീളമുള്ള ഈ ആഡംബര നൗക വെള്ളിയാഴ്ച രാത്രി ദുബായിൽ നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ ഒമാനിലെ മസ്കത്തിലെ അൽ മൗജ് മറീനയിൽ സുരക്ഷിതമായി എത്തി. മേഖലയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് അമേരിക്കയുടെ ഉപരോധം ശക്തമായിരിക്കെ പല സ്വകാര്യ കപ്പലുകളും ഈ പാത ഒഴിവാക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യൻ പതാകയുമായി നോർഡ് കടലിടുക്ക് കടന്നത് ശ്രദ്ധേയമായത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള അമേരിക്ക ഇറാൻ തർക്കം തുടരുന്നതിനിടെ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനകളും ഇതോടെ പ്രകടമാകുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി പുടിൻ ചർച്ച നടത്തിയത് ഈ സഹകരണത്തിന് ഉദാഹരണമായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയും ഇസ്രായേലും ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ പരമാധികാര പോരാട്ടത്തിന് റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിലും LNG വിതരണത്തിന്റെയും ഏകദേശം 1/5 ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്നതാണ്. അതിനാൽ ഈ മേഖലയിലെ നിയന്ത്രണങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ഗൗരവമായി ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.